നമ്മൾ മുമ്പ് വർക്ക് ചെയ്തൊരു സോണറ്റായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ സോണറ്റിൽ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു വീഡിയോ നമ്മളടുത്ത് മിസ്സായി പോയി. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ സബ്ജക്റ്റിൽ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ചാനലൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതേപോലെ തന്നെ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ നമുക്ക് എന്തൊക്കെ ചെയ്തതെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ മെയിൻ വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ ഡീക്രോമാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ ആ ഒരു ക്രോം എലമെൻറ്റ്സ് കംപ്ലീറ്റ് നമ്മൾ ഡീക്രോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗില്ല് അടക്കം നമ്മൾ കൂട്ടിയിട്ടാണ് അടിച്ചിട്ടുള്ളത്. കാരണം ഗില്ല് നമ്മൾ അതേപോലെ തന്നെ കണ്ടിന്യൂ അടിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു അണ്ടറിലൊരു പോർഷൻ കണ്ടോ, നമുക്കൊരു മാറ്റ് ഫിനിഷ് ആയിരുന്നു ഈ കംപ്ലീറ്റ് പോർഷൻസും. അപ്പോൾ നമ്മൾ ആ ഒരു മാറ്റ് ഫിനിഷ് കംപ്ലീറ്റ് ഒരു ബോഡി കളറിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മളൊരു ബാഡ്ജിങ് കണ്ടോ, ആ ഒരു കിയൻ്റെ ആ ഒരു സിമ്പിൾ ഓഫ് ബാഡ്ജിങ് അതും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്രണ്ട് ലുക്ക് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ബ്ലാക്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഹെഡ് ലാമ്പിൻ്റെ ബൾബും കാര്യങ്ങളൊക്കെ ഒന്ന് അപ്ഡേറ്റ്. കാരണം ഇതിൻ്റെ ബൾബ് നമുക്ക് സാധാരണ ഒരു ഹലോജൻ ബൾബാണ് വരിക. അപ്പോൾ അത് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് LED ബൾബ് ആഡ് ചെയ്തു. അതേപോലെ തന്നെ ഇതിലൊരു സിംഗിൾ ഹോണാണ് വരിക. നമ്മൾ അത് മാറ്റിയിട്ട് എന്തിട്ട് ഡുവൽ ഹോണും നമ്മളൊരു വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ ഇതിൽ നമ്മളെ കൂളിംഗ് ആണ്. കൂളിംഗ് നമ്മൾ നാനോ സെറാമിക്കിൻ്റെ ആണ് ചെയ്തിട്ടുള്ളത്. നമുക്കത് UV 93% നമുക്ക് UV പ്രൊട്ടക്റ്റഡ് ആണ്. അതേപോലെ നമ്മൾ മുകളിൽ നോക്കുമ്പോൾ ഒരു ക്രോസ് ബാർ, നമ്മൾ ആ ഒരു റൂഫ് റെയിലിൽ നമ്മളൊരു ക്രോസ് ബാറും ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. ഇതിനൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു സോണറ്റ് എന്നല്ല ഏത് വണ്ടി ബ്ലാക്ക് എടുത്ത് നോക്കിയാലും അതൊരു കംപ്ലീറ്റ്, കാരണം ആ ഒരു മാറ്റ് വരുന്ന കംപ്ലീറ്റ് പോർഷൻസ് നമ്മൾ ബ്ലാക്കിലേക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു പിയാനോ ബ്ലാക്കിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു ഗ്ലോസി ബ്ലാക്കിലേക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ലുക്ക് ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ക്രോം ഡിലീറ്റ് ആണ് കേട്ടോ. സൈഡിലും നമ്മൾ അതേപോലെ തന്നെയാണ്. കാരണം നമ്മൾ ഈ ഒരു പോർഷനിൽ വരുന്നത് കണ്ടോ, ഈ ഒരു പോർഷനിൽ വരുന്നതൊക്കെ ഒരു മാറ്റിലാണ് വരിക. അതൊക്കെ നമ്മൾ ആ ഒരു എന്താ പറയുക ബോഡി കളറിലേക്ക് ജോയിൻ്റ് ആക്കി. കാരണം എന്താ ഈ ഒരു പോർഷൻ ഇത് റൗണ്ടായിട്ട് നമുക്കിപ്പോൾ സോണറ്റ് ഉപയോഗിക്കുന്നവർക്കും അതേപോലെ ഇപ്പോൾ നമ്മളെ ക്രെറ്റ ഇങ്ങനെയുള്ള വണ്ടികളിലൊക്കെ നമുക്ക് ആ ഒരു സൈഡിൽ വരുന്ന കംപ്ലീറ്റ് ബീഡിങ്ങും നമുക്ക് ഒരു മാറ്റിലാണ് വരിക. ആ ഒരു കംപ്ലീറ്റ് പോർഷൻസ് നമ്മൾ ആ ഒരു എന്താ പറയുക ബോഡി കളറിലേക്ക് ചെയ്തു. അതോടൊപ്പം തന്നെ നമ്മൾ ആ ഒരു ഫ്രണ്ട് ഫ്ലാപ്പ് യൂണിറ്റ് കണ്ടോ, ഒരു ഫ്ലാപ്പ് യൂണിറ്റ് നമ്മൾ അതേപോലെ ചെയ്തിട്ടുണ്ട്. അതേപോലെ കാലിബറിൻ്റെ ആ ഒരു ബ്രേക്ക് പോർഷനിൽ നമ്മൾ റെഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നീട് കൂളിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, നാനോ സെറാമിക് ടിൻ്റാണ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇതൊക്കെ ചെയ്ത സമയത്ത് നമ്മൾ ഈ ഒരു റൂഫ് റെയിൽ കണ്ടോ, ഈ റൂഫ് റെയിൽ നമുക്ക് ഒരു മാറ്റിലാണ് വരിക. നമ്മൾ അതും എന്ത് ചെയ്തിട്ടുണ്ട് ആ ഒരു ബോഡി കളറിനോട് നമ്മളത് ജോയിൻ്റ് ആക്കിയിട്ടുണ്ട്. കാരണം അതുകൊണ്ട് തന്നെയാണ് വണ്ടി ആ ഒരു കണ്ടിന്യൂഷനും ഇത്രയൊരു ഭംഗിയായിട്ട് നമുക്ക് തോന്നാനും കാരണം. പിന്നെ നമുക്കൊരു ക്രോസ് ബാറാണ് കേട്ടോ. ഈ ക്രോസ് ബാർ നമുക്കിത് അലുമിനിയത്തിലാണ് വരുന്നത്, ഇരുമ്പല്ല, അതുകൊണ്ട് മെറ്റലല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ലൈഫും കിട്ടും. പിന്നെ നമുക്ക് തുരുമ്പോ റെസ്റ്റോ വരുന്നുള്ള പേടിയോ കാര്യങ്ങളൊന്നും വേണ്ട. ഇതൊരു കീ ടൈപ്പാണ് വരുന്നത്, വെയ്റ്റ്ലെസ് ആണ്, പക്ക വെയ്റ്റ്ലെസ് ആണ്. ഇത് നമുക്കിതിൽ വന്നിട്ടൊരു മാറ്റ്, കാരണം അതിൻ്റെ ഒരു മെറ്റീരിയൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ആ ഒരു ഇതെങ്ങനെ അങ്ങനെ വരുന്നൊരു മാറ്റിലാണ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് റിയറിലൊരു സ്പോയിലറിൻ്റെ കുറവുണ്ട്, നമ്മളെ കസ്റ്റമർ പിന്നീട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ റിയറിൽ ഒരു ബമ്പറിൻ്റെ ഹാഫ് ഇൻ പോർഷൻ കംപ്ലീറ്റ് നമുക്ക് മാറ്റിൽ, നിങ്ങളെ വീഡിയോ കണ്ടല്ലോ, ഒരു മാറ്റിലായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മളെ ഈ ഒരു കിയൻ്റെ ഈ ഒരു ബേഡ്ജിങ് കണ്ടോ, ഈ ഒരു ബേഡ്ജിങ്ങും നമുക്ക് ആ ഒരു മാറ്റിലായിരുന്നു. അതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ആ ഒരു ഗ്ലോസി ബ്ലാക്കോ അല്ലെങ്കിൽ ആ ഒരു ബോഡി കളറിലേക്കോ നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു വണ്ടിയിൽ ചെയ്തിട്ടുള്ള മാറ്റങ്ങൾ. മെയിൻലി നോക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ഡി ക്രോം അല്ലെങ്കിൽ ആ ഒരു മാറ്റ് വരുന്ന കംപ്ലീറ്റ് പോർഷൻസ് നമ്മൾ ബോഡി കളർ, കാരണം ഈ ബ്ലാക്ക് കളർ ആയതുകൊണ്ടാണ് ഇത് ബോഡി കളറിലേക്ക് അപ്ഡേറ്റ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ വൈറ്റ് വണ്ടിയിലോ അല്ലെങ്കിൽ മറ്റുള്ള ഗ്രേ വണ്ടിയിലൊക്കെ ആണെങ്കിൽ നമ്മളത് പിയാനോ ബ്ലാക്കിലേക്ക് ചെയ്തു, അല്ലെങ്കിൽ അത് എന്താ പറയുക പ്ലെയിൻ ബ്ലാക്കിലേക്ക് ഗ്ലോസ് ബ്ലാക്ക് ചെയ്തെന്നാണ് പറയാം. അപ്പോൾ നമ്മൾ ഇത്രയും പോർഷൻസ്, അതായത് മാറ്റ് വരുന്ന കംപ്ലീറ്റ് പോർഷൻസ് നമ്മൾ ആ ഒരു ഗ്ലോസി ബ്ലാക്കിലേക്ക് ചെയ്തു. അതിനാണ് വണ്ടിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ്. അതോടൊപ്പം തന്നെ ഹെഡ് ലാമ്പിൻ്റെ ബൾബ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തു. അവരെ ഉള്ളിൽ ഇന്ത്യയിൽ വരുന്ന റൂഫ് ലൈറ്റ്സും കാര്യങ്ങളും നമ്മൾ അപ്ഡേറ്റ് ചെയ്തു. അതേപോലെ നമ്മൾ ലുക്കിന് വേണ്ടിയിട്ട് നമ്മളൊരു ക്രോസ് ബാർ, റൂഫിൽ ക്രോസ് ബാർ ഇൻ അലുമിനിയം പ്രൊഡക്റ്റ് ആയിട്ടുള്ള ക്രോസ് ബാറും നമ്മൾ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വണ്ടീൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ നമ്മളെ വീഡിയോകളും കാര്യങ്ങളും. അപ്പോൾ എന്താ ചെയ്യുക, മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ബൈ ഓൾ.